Today, we are gathered here to celebrate Reading Week celebration. And I honor to be with you to welcome you all and address this gathering. And here to celebrate this ceremony, we blessed with a celebrity here, Mr. Gangadharan Paranasheri, famous writer and poet. Good morning. ഇന്ന് നാഷണൽ റീഡിംഗ് ഡേ, ദേശീയ വായന ദിനം. പി എൻ പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായന ദിനമായിട്ട് കൊണ്ടാടുന്നത്. വായന ദിനം ആചരിക്കുന്നതിന് പിന്നിലെ ചേതോവികാരം എന്താണ്? വായന മനുഷ്യന് അനിവാര്യമാണ് എന്ന മെസ്സേജാണ് അതിലൂടെ കൊടുക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദിനം തിരഞ്ഞെടുക്കുകയും അതിനോടനുബന്ധിച്ച് എല്ലാ സ്കൂളുകളിലും മറ്റെല്ലാ തലങ്ങളിലും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി ഒരു ദിനം നമ്മൾ കൊണ്ടാടുന്നത്. വായന എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് വായ കൊണ്ട് പ്രവർത്തിക്കുന്നത് എന്നാണ് ആ വാക്കിലർത്ഥം കുടികൊള്ളുന്നത്. പക്ഷേ വായ കൊണ്ട് നമ്മൾ രുചിക്കുകയാണ് ചെയ്യുന്നത്. അഞ്ചിന്ദ്രിയങ്ങളായിട്ടുള്ള കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, കേൾക്കാനുള്ളത്, കാണാനുള്ളത്, രുചിക്കാനുള്ളത്, സ്പർശിച്ചറിയാനുള്ളത്, മണക്കാനുള്ളത്. അപ്പോൾ ഈ വായനയുമായി എങ്ങനെയാണ് ഈ ഒരു പദം അന്വർത്ഥമാകുന്നത്? കൃത്യമായ അർത്ഥഫലങ്ങൾ അതിനുണ്ട്. നമ്മൾ കണ്ണുകൊണ്ടാണ് വായിക്കുന്നത് എങ്കിലും വായനയിൽ ഈ 5 ഇന്ദ്രിയങ്ങളും സജീവമായി പ്രവർത്തിക്കുന്നു. കാണുന്നുണ്ട്, നമ്മൾ ആ ഭാഷയെ കേൾക്കുന്നുണ്ട്, നമ്മൾ അതിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള ഓരോ വികാരങ്ങളെയും നമ്മളുടെ സ്കിന്ന് അബ്സോർവ് ചെയ്യുന്നുണ്ട്. ചെവി അതിൻ്റെ ശബ്ദ തരംഗങ്ങളെ ഒപ്പിയെടുക്കുന്നുണ്ട്. മസ്തിഷ്കം അതിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അതിൽ വ്യാപരിച്ചിരിക്കുന്ന രസമുകുളങ്ങളെ ഇന്ദ്രിയങ്ങളിലേക്ക് ആവാഹിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വായനയ്ക്ക് വായന എന്ന പേര് വരാൻ കാരണം. വായനയുടെ പ്രാധാന്യം എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ ജനിച്ചു വീണ് അവൻ മരിക്കുന്നത് വരെ ഓരോ വിഷയങ്ങളും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നും പഠിക്കാതിരിക്കുന്നില്ല. പഠിക്കാനായിട്ട് മരിക്കുന്നത് വരെ ഒരു വിഷയം ബാക്കിയാവുന്നുമില്ല. നരവംശാസ്ത്രം മുതൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ മനസ്സിൻ്റെ ഉള്ളിനകത്ത് കയറി നമ്മുടെ വികാരങ്ങളെ വരെ പകർത്തിയെടുക്കാൻ കഴിയുമെന്നാണ് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി പറയുന്നത്. അപ്പം അത്രയും സുവിജ്ഞാതമായ ആശയങ്ങൾ പ്രപഞ്ചത്തിൽ കിടക്കുന്നതിനെ, പ്രപഞ്ചം ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ വിഷയങ്ങളും സുവിജ്ഞാതമായ ഭാഷയിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും നമുക്ക് ലഭ്യമാണ്. പക്ഷേ എല്ലാം വായിക്കുക എന്നത് 120 വയസ്സ് മാത്രം പ്രായമുള്ള മനുഷ്യ ആയുസ്സിൻ്റെ പകുതിയിൽ മാത്രം ജീവിതമുള്ള നമുക്ക് അത് കംപ്ലീറ്റ് ആസ്വദിക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. എന്താണ് കാരണം? നമ്മുടെ 60 വയസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ 30 വർഷത്തോളം നമ്മൾ ഉറങ്ങിക്കഴിയുന്നുണ്ട്. ബാക്കി 30 വർഷമേ ഉള്ളൂ.
ഈ 30 ഇയേഴ്സിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ലോകത്തുള്ള സകല വിജ്ഞാനവും പുസ്തകം വായിച്ച് ആർജിക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. പിന്നെ എന്താണ് സാധ്യമാവുന്നത്? നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ജ്ഞാനത്തെ ഉൾക്കൊള്ളുക എന്നതാണ് പ്രധാനം. അതെന്താണ്? നമുക്കറിയാം, പഞ്ചമഹാഭൂതങ്ങൾ പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. ഈ പഞ്ചഭൂതങ്ങളുടെ സംഘാതമാണ് മനുഷ്യ ശരീരവും. അപ്പൊ ഈ മനുഷ്യ ശരീരത്തില് പ്രവർത്തിക്കുന്ന ഘടകങ്ങള് ഇതായതുകൊണ്ട് ഇതുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. അപ്പൊ നമ്മൾ പ്രസരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഒരു കല്ലാണെങ്കിൽ അണു മുതൽ അണ്ടകടാഹം വരെ കിടക്കുന്ന പ്രപഞ്ചങ്ങളിൽ കാണുന്ന കല്ലിനെല്ലാം ഒരേ രൂപമായിരിക്കുമെന്ന ഒരു ജ്ഞാനമാണ് നമുക്കുണ്ടാകുന്നത്. ആ ജ്ഞാനമാണ് നമുക്ക് നേടാൻ കഴിയുള്ളൂ. അല്ലാതെ വായിച്ച് എല്ലാം ഹൃദിസ്ഥമാക്കുക എന്നത് പ്രായോഗികമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇഷ്ടംപോലെ പുസ്തകങ്ങൾ ലഭ്യമാണ്. ഇഷ്ടംപോലെ വൈജ്ഞാനിക ശാഖകൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിക്ഷണറിയിൽ തന്നെ പുതിയ പുതിയ വേർഡ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ പുതിയ ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ പുതിയ ചിന്താശകലങ്ങളുണ്ട്. ഇവയൊക്കെ ഒരു മനുഷ്യ ജീവിതത്തിൽ മുഴുവൻ സ്വായത്തമാക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല എന്നതാണ് വായനയുടെ ഒരു പരിമിതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് വായിക്കണം? ഇന്ന് സുവിജ്ഞാതമായ എല്ലാ ഗ്രന്ഥങ്ങളും ഉണ്ട്. അതെല്ലാം വ്യക്തികൾ എഴുതിയതാണ്. അപ്പൊ ഈ വ്യക്തികൾ പുസ്തകങ്ങൾ എഴുതുന്നതിന് മുമ്പ് ചിന്ത പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നില്ലേ? സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്. ചിന്തകൾ പ്രപഞ്ചത്തിലുണ്ട്. അത് മനസ്സിലാക്കിയ വ്യക്തി ഇതിങ്ങനെയല്ല, ഒന്നും കൂടെ ബെറ്റർ ആക്കാം എന്നതിനെ ബേസ് ചെയ്ത് പുസ്തകത്തിലേക്ക് രൂപാന്തരീകരണം നടത്തുമ്പോഴാണ് പുസ്തകം ഉണ്ടാകുന്നത്. അപ്പൊ അതിനു മുമ്പും ജീവിതവും ചിന്തകളും ഇവിടെ ഉണ്ട് എന്നർത്ഥം. അപ്പൊ പുസ്തകം സെക്കൻഡറി ആയിട്ട് വരും. അപ്പൊ നമ്മൾ എന്തിനെ പഠിക്കണം? പ്രകൃതിയെ പഠിക്കണം. പ്രകൃതി എങ്ങനെയാണ് പഠിക്കുക? പ്രകൃതി തന്നെയാണ് നമ്മള്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മളെ കുറിച്ച് പഠിക്കേണ്ടി വരും. ഞാൻ ആരാണ്? എനിക്ക് ഈ പ്രപഞ്ചവുമായിട്ട് എന്താണ് ബന്ധം? എന്താണ് എൻ്റെ ഇവിടുത്തെ ഡ്യൂട്ടി? അത് ആരാണ് നിശ്ചയിച്ചത്? അത് ഏത് അളവിലാണുള്ളത്? അതിൻ്റെ അളവിനെ കൃത്യമായി പരിമിതപ്പെടുത്തിയത് ആരാണ്? ഇതൊന്നും നമുക്കറിയില്ല. ഇത്തരം വിജ്ഞാനങ്ങൾ വീണ്ടും പ്രകൃതിയിൽ പഠിക്കാൻ വേണ്ടി കിടക്കുകയാണ്. അപ്പോഴാണ് നമ്മളെല്ലാം അറിയാമെന്ന് അഹങ്കരിക്കുന്നത്. ആക്ച്വലി നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ഇനിയും എത്രയോ കാര്യങ്ങൾ കിടക്കുകയാണ്. ലോകത്തിലുള്ള മരങ്ങളുടെ മുഴുവൻ കമ്പനിയും എടുത്ത് പേനയാക്കുകയാണെന്ന് വയ്ക്കുകയാണ്. പ്രപഞ്ചങ്ങളിലെ മുഴുവൻ കടലിലെയും വെള്ളമെടുത്ത് മഷിയാക്കുകയാണെന്ന് വയ്ക്കുകയാണ്. ഇത് നമ്മളെ എടുത്ത് പുസ്തക രൂപത്തിൽ എഴുതി വെച്ചാൽ തീരില്ല പ്രപഞ്ചത്തിന്റെ കഥാകഥനങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? വായനയ്ക്കൊരു രീതിശാസ്ത്രമുണ്ട്. ഈ വായനയുടെ മെത്തഡോളജി എന്ന് പറയുന്നുണ്ട്. നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ വായിക്കുന്ന ഗ്രന്ഥങ്ങളും അതിലൂടെ നമ്മൾ വ്യാപരിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് വ്യാപരിക്കുന്ന മേഖലകളും ചെറുതാവും. സ്വാഭാവികമായിട്ടും നമ്മുടെ മനോചക്രവാളം വർദ്ധിക്കുകയും ഇതെന്തുകൊണ്ട് ഇങ്ങനെ ആയില്ല, ഇതെന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു എന്ന രീതിയിലുള്ള സംശയങ്ങൾ മനസ്സിൽ രൂപപ്പെടുമ്പോൾ മറ്റ് ഗ്രന്ഥങ്ങളും മറ്റു മാതൃകകളും നമ്മൾ തേടിപ്പോകും. അതിന്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ശരികളിലേക്ക് എത്തുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തെടുക്കും. അപ്പൊ സെലക്റ്റീവ് റീഡിംഗ് ആയി. ഈ സെലക്റ്റീവ് റീഡിംഗ് ലഭിക്കുമ്പോഴാണ് നമ്മൾ നമ്മളുടെ റീഡിംഗ് കണ്ടെത്തുന്നത്. എൻ്റെ വായന എന്ന് പറയുന്നത് തുടക്കം മുതൽ ഞാൻ ആരംഭിക്കുന്നത്
വിക്ടർ യൂഗോയുടെ പാവങ്ങൾ എന്ന കൃതിയാണ് ആദ്യം വായിക്കുന്നത്. ഒരു അടുത്ത പുസ്തകമാണ്. അപ്പൊ അന്നത് വായിക്കുമ്പോൾ അതിന്റെ ഉള്ളടക്കം എന്താണ്, പറയുന്ന ആശയം എന്താണ് എന്നൊന്നും നമുക്ക് ധാരണയില്ല. പക്ഷേ ഒരു മഹത് ഗ്രന്ഥത്തിൽ നിന്നും നമുക്ക് കിട്ടാവുന്നത് എന്താണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ മസ്തിഷ്കത്തിനെ പോറലേൽപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സ്പാർക്കിംഗ് അതിനുണ്ട്. ആ സ്പാർക്കിംഗ് കിട്ടിയാൽ നമ്മുടെ ആ റീഡിങ് പൂർണ്ണമായി എന്ന് പറയാം. അതാണ് കിട്ടേണ്ടത്. എല്ലാ ഗ്രന്ഥങ്ങളിലും അതുണ്ട്. ചില ഗ്രന്ഥങ്ങളുടെ ഒരു കുത്തോ കോമയോ വരിയോ വാക്കോ അക്ഷരമോ മാറ്റി വെക്കാൻ നമുക്ക് കഴിയില്ല. അത്രയും പെർഫെക്റ്റ് ആണത്. ഈ പെർഫെക്റ്റ് എങ്ങനെ വരുന്നു? ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപപ്പെടുന്ന ആശയത്തിന് എങ്ങനെയാണ് മറ്റവരുടെ മനസ്സിലേക്ക് ഈ സാധനം സന്നിവേശിപ്പിക്കുക, ആ സന്നിവേശിപ്പിക്കാനുള്ള പദനിഷ്പത്തി, പദ സങ്കലനം, പദ സമ്പത്ത് എവിടെ നിന്നാണോ കിട്ടുക അതിനെ ആർജിച്ചെടുത്ത് എഴുതിയ ഗ്രന്ഥങ്ങളാണ് മഹത് ഗ്രന്ഥങ്ങൾ എന്ന് നമ്മൾ ഇന്ന് വാഴ്ത്തുന്നത്. ആ ഗ്രന്ഥങ്ങളെ പിന്നീട് മാറ്റം വരുത്താൻ കഴിയില്ല. ഒരു വരി പോലും മാറ്റാൻ കഴിയില്ല, ഒരു വാക്ക് പോലും മാറ്റാൻ കഴിയില്ല. അത്രയും പെർഫെക്റ്റ് ആണ്. ആ പെർഫെക്ഷൻ ഉള്ള ഗ്രന്ഥങ്ങൾ എത്രയുണ്ട്? അത് വിരലിൽ എണ്ണാവുന്നത് മാത്രമായിരിക്കും. അതുകൊണ്ടാണ് മഹത് ഗ്രന്ഥങ്ങളുടെ എണ്ണം കുറയാനുള്ള കാരണം. മാത്രമല്ല, അത്തരം മഹത് ഗ്രന്ഥങ്ങൾക്കാണ് പിന്നീട് വരുന്ന ധിഷണാശാലികള് വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ട് പുതിയ വ്യാഖ്യാനങ്ങൾ വരുന്നത്. അപ്പൊ നമുക്കൊരു ഡൗട്ട് വരാം, ഒരു മഹത് ഗ്രന്ഥം പരിപൂർണമാണെങ്കിൽ പിന്നെ അതിനെങ്ങനെയാണ് വ്യാഖ്യാനം വരുന്നത്? എനിക്ക് തോന്നിയിട്ടുള്ള സംശയമാണ്. അതിന്റെ ഉത്തരം എന്താണെന്നുണ്ടെങ്കിൽ, പരിപൂർണമായ ഒന്നിനെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. പരിപൂർണമായ ഒന്ന് എന്ന് പറയുന്നത് പ്രപഞ്ചം മാത്രമാണ്. ഈ പ്രപഞ്ചത്തിന്റെ അവാന്തര വിഭാഗങ്ങളായി നമുക്ക് ജീവിച്ചു പോകാമെന്നല്ലാതെ പ്രപഞ്ചം എന്ന പരിപൂർണ വസ്തുവിനെ കണ്ടെത്തി പിടിക്കുക, എഴുത്തിലൂടെ കണ്ടെത്തുക, രചനയിലൂടെ കണ്ടെത്തുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല, കഴിയില്ല. അതുകൊണ്ടാണ് മഹത് ഗ്രന്ഥങ്ങൾക്ക് അഗൈൻ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാവുന്നുണ്ടോ അല്ലെ? എന്തെങ്കിലും ടൈറ്റിൽ ഉണ്ടെങ്കിൽ പറയണം. അതുപോലെ പ്രസിദ്ധമായ ചില പുസ്തകങ്ങളുണ്ട്. മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും ഇറങ്ങാം. ഇതൊക്കെ സംഭവിക്കും. അതിൽ പ്രധാനപ്പെട്ട ഞാൻ ഒന്ന് പറഞ്ഞു, വിക്ടർ യൂഗോയുടെ പാവങ്ങൾ. രണ്ടാമതായിട്ട് സ്വാധീനിച്ച ഗ്രന്ഥം എന്ന് പറയുന്നത് കാരമസോ ബ്രദേഴ്സ് കാരമസോ, ഡസ്റ്റോവ്സ്കിയുടെ. അതായത് പ്രപഞ്ചത്തിലെ മനഃശാസ്ത്രം വികസിക്കുന്നതിന് മുമ്പ് മനോവിജ്ഞാനീയം എന്ന ശാഖയിലേക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി അന്നത്തെ സുവിജ്ഞാതരായിട്ടുള്ള എഴുത്തുകാര് അവലംബമാക്കിയ കൃതിയാണ് ഡസ്റ്റോവ്സ്കിയുടെ കാരമസോ ബ്രദേഴ്സ്. എന്താണ് ആ പുസ്തകത്തിന്റെ പ്രത്യേകത? മനുഷ്യ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന, അന്നേ വരെ നമുക്ക് കാണാത്ത മനസ്സിന്റെ നിഗൂഢമായ അവാന്തര വിഭാഗങ്ങളെ പുറത്തു കാണിക്കുന്ന കൃതിയാണ് കാരമസോ ബ്രദേഴ്സ്. അതൊരു കഥാപാത്രം സ്വന്തം വേദനയെ, സ്വന്തം ശാരീരികമായ മാനസികമായ ഒരു വികാരത്തെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി വാതിലിന്റെ ഇടയിൽ കൈവച്ച് അടിച്ച് വേദനിപ്പിക്കുന്നത്. അതൊക്കെ കുറെ സൈക്കോളജിക്കൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പിന്നീട് വന്നിട്ടുള്ള പല മനഃശാസ്ത്രജ്ഞരെ അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ വോൾഡ് വെനാൻസി, ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ എക്കാലത്തെയും പ്രധാനവും വളരെ പ്രധാനപ്പെട്ട കൃതിയാണ്.
അതായത് ഒരു മനുഷ്യനെ എത്തിപ്പിടിക്കാനുള്ള ഏറ്റവും വലുതിൻ്റെ, അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായതിൻ്റെ, ഏറ്റവും വിപുലമായതിൻ്റെ, ഏറ്റവും ഭംഗിയുള്ളതിൻ്റെ, ഏറ്റവും സൗന്ദര്യമായതിൻ്റെ, ഏറ്റവും എറ്റേണലായതിൻ്റെ, ഏറ്റവും ശാശ്വതമായതിൻ്റെ ആ ഒന്നിനെ എത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ള മനുഷ്യ പരിശ്രമത്തിൻ്റെ ആവിഷ്കാര രൂപമാണ് മറ്റേ ഓൾഡ് മാൻ അറ്റ് സീ. അതേപോലെ ഫ്രാൻസ് കാപ്പയുടെ ഗ്രന്ഥമുണ്ട് രൂപാന്തരീകരണം, മെറ്റമോർഫോസിസ്. അതിൽ പറയുന്നത് ഒരു മനുഷ്യൻ സാമൂഹികമായ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് ഒരു ഈച്ചയായി രൂപാന്തരപ്പെടുന്നു എന്നാണ്. ഭാവനയാണ്. മനുഷ്യന്റെ ഭാവന എന്ന് പറയുന്നത് പ്രപഞ്ചത്തോളം വികസിച്ചെടുക്കുന്നതാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആലോചിക്കാം അല്ലേ? എനിക്കിപ്പോൾ വേണമെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്തേക്ക് പോവാം. തറവാടിന്റെ കൊലായില് മല്ലുമുള്ളു പുറത്തിരിക്കുന്ന മുത്തശ്ശി എനിക്കിപ്പോൾ കാണാം. കണ്ടൂടെ? കാണാം. അരതീഷ് മാമനൊക്കെ എന്തെങ്കിലും സംസാരിക്കാം. ട്രംപുമായിട്ട് സംസാരിക്കുന്നതായിട്ട് എനിക്കിവിടെ ഭാവനയിൽ കാണാം. മുസ്ലിംസ് ഉണ്ടാക്കാം, ഉണ്ടാക്കിക്കോടെ. അത്രയേറെ വിപുലമാണ് മനുഷ്യഭാവന. ഈ ഭാവനയുടെ അതിർവരമ്പുകളാണ് പുസ്തകങ്ങൾ. പുസ്തകങ്ങളല്ലാതെയും ജീവിക്കാൻ കഴിയണം. പക്ഷേ ആദ്യം പുസ്തകം വായിച്ച് പിന്നെ പ്രപഞ്ചത്തെ വായിക്കാൻ പറ്റൂ. പ്രപഞ്ചമാകുന്ന പുസ്തകം കൺമുന്നിൽ തുറന്നു കിടക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ വായിക്കാം, ഇഷ്ടം പോലെ കോരിയെടുക്കാം. അതിന് വേണം നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും ആക്റ്റീവായിട്ട് വെക്കണം. ഫുൾ ടൈം കാണണം, കാണേണ്ടത് കാണണം, കേൾക്കേണ്ടത് കേൾക്കണം, മണക്കേണ്ടത് മണക്കണം, രുചിക്കേണ്ടത് രുചിക്കണം. ബാക്കിയെല്ലാം അവോയ്ഡ് ചെയ്യണം. ആ അവോയ്ഡിനെയാണ് നമ്മൾ തപസ് എന്ന് പറയുന്നത്. എന്താണ് തപസ്? നമുക്കുള്ള ഒരേ അറിവ് കാട്ടിൽ പോയി കണ്ണടച്ചിരുന്ന് ഇരിക്കുന്നതാണ് തപസ് എന്നാണ് ധാരണ. അതല്ല. നിയതമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി, ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ഉപേക്ഷിക്കുന്നുവോ, എന്തെല്ലാം ഉപേക്ഷിക്കാൻ കഴിയുന്നുവോ, എന്തെല്ലാം ഉപേക്ഷിക്കുന്നുവോ അതിനെയാണ് തപസ് എന്ന് പറയുന്നത്. അതാവണം തപസ്. ഇന്നത് ഞാൻ ഉപയോഗിക്കില്ല, ഇന്നത് എനിക്ക് വേണ്ട, ഞാൻ ഇന്ന രീതിയിൽ നടക്കൂ എന്ന രീതിയിലുള്ള തീരുമാനം എടുക്കുന്നതിനെയാണ് തപസ് എന്ന് പറയുന്നത്. ആ തപസ് ഇന്നത്തെ കാലത്ത് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടെ ഞാൻ ഇന്ന വഴിയിലേ സഞ്ചരിക്കൂ, ഞാൻ ഇന്ന ഡ്രസ്സേ ധരിക്കൂ, ഞാൻ ഇന്ന ഭക്ഷണമേ കഴിക്കൂ എന്ന രീതിയിൽ തീരുമാനമെടുക്കുന്നതും ഒരു തപസ്സാണ്. അതിനെയാണ് ആക്ച്വലി തപസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് വായന കൊണ്ട് വരുന്നതാണ്. വായന തുടക്കകാലത്ത് നമ്മൾ പുസ്തകത്തിന്റെ പേജിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ പിന്നീട് അത് നമ്മളുടെ മസ്തിഷ്കം സഞ്ചരിക്കുന്ന എല്ലാ ഇടവും പുസ്തകമാവും എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ. ഒരു മരം കണ്ടാൽ ഇതിൽ എത്ര ഇലകളുണ്ടാവാം, എത്ര ഇലകൾക്ക് അതിൽ വസിക്കാം, എത്ര ഇല അതിൽ ജനിക്കാം, എത്ര കായ്കൾ ഉണ്ടാവാം, എത്ര പൂക്കൾ ഉണ്ടാവാം, എത്രത്തോളം തേൻ അതിനുണ്ട്, ഇതിനൊക്കെ കൃത്യമായ കണക്കും നിയതമായ മാത്തമാറ്റിക്സും ഉണ്ട്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് ജ്ഞാനം. ആ ജ്ഞാന ആർജനത്തിന് വേണ്ടിയാണ് പുസ്തകം വായിക്കുന്നത്. ഖസാക്കിന്റെ ഇതിഹാസം മലയാള സാഹിത്യത്തിലെ എണ്ണപ്പെട്ട കൃതി എന്നതിലുപരി സാഹിത്യ ലോകത്തെ ഖസാക്കിന് മുമ്പും ഖസാക്കിന് ശേഷം എന്ന രീതിയിൽ വേർതിരിവുണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണ്. അതിനുപയോഗിച്ച ഭാഷ എന്ന് പറയുന്നത് ധ്യാന ഭാഷയാണ്. ധ്യാന ഭാഷ എന്ന് പറയുന്നത് നമ്മളോട് സമ്മതിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ധ്യാനം വേണം.
അതിലൊരു കഥാപാത്രം പറയുന്നുണ്ട്, ഒരു ചെടിയെ നോക്കിയിട്ട് നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ജന്മത്തിലെ നിന്റെ സഹോദരിയായിരുന്നു എന്ന് പറയുന്നത്. ആ ഒരു പാരസ്പര്യത്തിലേക്കാണ് മനുഷ്യകുലം ഉയരേണ്ടത്, ഉണരേണ്ടത്, ജീവിക്കേണ്ടത്. സർവചരാചരങ്ങളും ഒരൊറ്റ ചൈതന്യത്തിന്റെ ഭാഗമാണെന്നും എല്ലാവരിലും കുടികൊള്ളുന്ന എനർജി സെയിം ആണെന്നും അതിന് പ്രകീർത്തിക്കാൻ ഉപയോഗിക്കുന്നതാവണം ഭാഷയെന്നും ഗ്രന്ഥമെന്നും ചരിത്രമെന്നും പറയുന്നതിൻ്റെ ചെറിയൊരു പാർക്കിംഗ് ആ ഗ്രന്ഥത്തിലുണ്ട്. ഒ വി വിജയന്റെ മനോഹരമായ ഗ്രന്ഥമാണ്. നമുക്ക് ആ ഒരു സ്പാർക്കിംഗ് മതി. 100-150 പേജ് വായിച്ച് കിട്ടുന്ന ആ ഒരു സ്പാർക്കിംഗ് കിട്ടിയാൽ ആ ഗ്രന്ഥം മുന്നോട്ട് വയ്ക്കുന്ന ആശയം പരിപൂർണമായി എന്നർത്ഥം. അതുപോലെ ഭഗവത്ഗീതയെ കുറിച്ച് ആരും ഗ്രന്ഥം വായിക്കേണ്ടായി. ഗുരു നിത്യചൈതന്യഗിരിയുടെ ഭഗവത്ഗീത സ്വാധ്യായം. ഭഗവത്ഗീതയ്ക്ക് ഏകദേശം 136ഓളം വ്യാഖ്യാനങ്ങൾ പ്രസന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു അനുജനും ജ്യേഷ്ഠനും തമ്മിലുള്ള ചർച്ച പോലെ അതിമനോഹരമായി അതിഗഹനമായി നരവംശാസ്ത്രം മുതൽ അന്ന് പ്രഖ്യാതമായ കമ്പ്യൂട്ടർ യുഗം വരെയുള്ള ശാസ്ത്രശാഖകൾ മുഴുവൻ പഠിച്ചതിന് ശേഷം ഇതും വ്യാഖ്യാനിക്കാം, ഇതും ഇങ്ങനെയും സംസാരിക്കാം എന്ന രീതിയിൽ ഗുരു നിത്യ ചൈതന്യ യതി അവതരിപ്പിച്ച മനോഹരമായ ഗ്രന്ഥമാണ് ഭഗവത്ഗീത സ്വാധ്യായം. ഇതൊക്കെ നമ്മൾ വായിക്കേണ്ട ഗ്രന്ഥങ്ങളിലേക്ക് വെക്കേണ്ട ഈടുവയ്ക്കലാണ്. എന്നെ വളരെയേറെ മാറ്റിമറിച്ച പുസ്തകമാണ്. പിന്നീട് സാന്ദർഭികമായ ഒരു വർക്ക് ആരംഭിച്ച് മുതൽ വർക്ക് ഇല്ലാതെ വരെ ഒരു നിമിഷം പോലും ഇന്നുവരെ ഇരുന്നിട്ടില്ല. ഒരു ഡെസ്കിന്റെ മേലെ വ്യാസപീഠം വെച്ച് അതിൽ നിന്നുകൊണ്ടാണ് 21 ഡേയ്സ് കൊണ്ട് മഹാഭാരതം എന്ന മഹത് കൃതി വായിച്ച് അവസാനിപ്പിക്കുന്നു. അത് എന്നിലുണ്ടാക്കിയ എനർജി എന്താണെന്ന് ഇനിയും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടുണ്ടായ ഒരു ദോഷം എന്താണെന്നുണ്ടെങ്കിൽ പിന്നീട് വന്നിട്ടുള്ള സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യരുടെ ആമുഖം, ആത്രേയകം, വളരെ പ്രസിദ്ധമായ പല കൃതികളും എനിക്ക് വായിച്ച് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താ കാരണം? ഇതിൻ്റെ ഒരു മാസ്മരിക വലയത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു ഗ്രന്ഥത്തെ സമീപിക്കാൻ കഴിഞ്ഞിട്ടില്ല. പല മഹാന്മാരോടും ചോദിച്ചു, പക്ഷെ മഹാന്മാരോടൊന്നും ചോദിക്കാതിരിക്കാണ് ബുദ്ധി. ചോദിച്ചപ്പോൾ വ്യക്തമായ ഉത്തരം ലഭിച്ചില്ല. അങ്ങനെ ഈ അടുത്ത കാലത്ത് ഒരു ലേഖനം വായിക്കേണ്ടായി. അതിനാണ് NN കക്കാട് പറഞ്ഞതായിട്ടൊരു കഥ വായിച്ചു. അതായത് കുട്ടിക്കൃഷ്ണമാരാരെ കാണാൻ പോയപ്പോൾ കുട്ടിക്കൃഷ്ണമാരാർ NN കക്കാടിനോട് പറഞ്ഞു, കക്കാടെ മഹാഭാരതം വായിക്കുക. കക്കാട് മഹാഭാരതം വായിച്ചു. കക്കാട് പറഞ്ഞത് പിന്നീട് എനിക്ക് മറ്റൊരു ഗ്രന്ഥവും വായിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ്. അത് വായിച്ചപ്പോൾ എനിക്ക് സമാധാനമായി. അപ്പൊ ചില ഗ്രന്ഥങ്ങൾ നമ്മളെ ഹോണ്ട് ചെയ്യും. ഈ ഹോണ്ടിങ് വേണം, ആ ഹോണ്ടിങ് ഉണ്ടായിരിക്കണം. അതിനെയാണ് റീഡിംഗ് എന്ന് പറയുന്നത്. അതാണ് റീഡിംഗ് എന്ന് കിട്ടുന്ന എനർജി. അതാണ് റീഡിംഗ് എന്ന് നമ്മൾ സ്വായത്തമാക്കേണ്ടത്. ഒറ്റപ്പാലത്തുള്ള നിർമ്മലാനന്ദഗിരി മഹാരാജിന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി പോയി. അപ്പൊ അദ്ദേഹം ഗഹനമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്. അതിൽ ശാസ്ത്രമുണ്ട്, സാഹിത്യമുണ്ട്, കലയുണ്ട്, എൻവയോൺമെന്റൽ സയൻസ് ഉണ്ട്. നമ്മളുടെ പ്രപഞ്ച ശാസ്ത്രം മുഴുവൻ ആ ഒരു ചെറിയ കഥയിലുണ്ട്. കഥ എങ്ങനെയാണ്? ഞാൻ ഈ പറയുന്ന ആശയങ്ങൾ മുഴുവൻ മരിച്ചു എന്നാണ് നിങ്ങൾ ധരിക്കുന്നത് എങ്കിൽ തെറ്റി.
പിന്നീട് അദ്ദേഹം പറഞ്ഞത് കഥയാണ്. കഥ എങ്ങനെയാണ്? ഞാൻ മരണപ്പെടും, എന്നെ നിങ്ങൾ ഒരു സന്യാസി വരിൻ എന്ന അർത്ഥത്തിൽ സമാധി വയ്ക്കും. സമാധിയിൽ നിന്നും എൻ്റെ ശരീരത്തിലെ മൂലകങ്ങൾ, സയൻസ് വേർഡ് നിങ്ങൾ വെച്ചോളൂ, സയൻസിലെ മൂലകങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മൂലകങ്ങൾ മുഴുവൻ പ്രകൃതിയിൽ വ്യാപരിക്കും. പ്രകൃതിയിൽ നിൽക്കുന്ന തെങ്ങ്, മാവ്, പ്ലാവ് എന്നീ മരങ്ങൾ ഈ മൂലകങ്ങൾ വലിച്ചെടുത്ത് ഫലങ്ങൾ ഉണ്ടാക്കും. തെങ്ങിൽ തേങ്ങ ഉണ്ടാവും, മാവിന് മാങ്ങ ഉണ്ടാവും, മാവിന് ചക്ക ഉണ്ടാവും. ഈ ചക്കയും മാങ്ങയും തേങ്ങയും മനുഷ്യൻ ഭക്ഷിക്കും. ഭക്ഷണ വസ്തു സപ്തധാതുക്കളായി പരിണമിക്കും. ആയുർവേദം പറയുന്നു മജ്ജ, മാംസം, രക്തം, രേതസ്, മലം, മൂത്രം, കഫം. ഈ സപ്തധാതുക്കളായി വിഘടിക്കും. ഈ വിഘടിക്കുന്നതിൽ രേതസ് ഉണ്ടാവും. ഈ രേതസ് തൊട്ടടുത്ത ജന്മത്തിന് കാരണമാവും. ആ രേതസിലൂടെ എൻ്റെ ആശയങ്ങളും ഞാനും വീണ്ടും ജനിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ചിന്തകളോ പ്രവൃത്തികളോ വായന കൊണ്ട് സ്വാംശീകരിച്ച് നോളജിന്റെ പ്രസരിപ്പുകളോ അല്ലെങ്കിൽ അതിന്റെ സ്പാർക്കിങ്ങുകളോ അതിന്റെ പൊടിപടലങ്ങൾ പോലും നഷ്ടമാവുന്നില്ല എന്നർത്ഥം. ഇന്നല്ലെങ്കിൽ നാളെ ഇറ്റ് വിൽ ലീവ്. നമ്മൾ പ്രപഞ്ചത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു അത് തന്നെയാണ്. ഇന്നലെ ഉണ്ടായത് തന്നെയാണ് ഇന്നുള്ളത്, ഇന്നുള്ളതിനാണ് നാളെ ഉണ്ടാവുള്ളൂ, നാളെ ഉള്ളതിന് പിന്നെ ഉണ്ടാവും. പ്രപഞ്ചം ഒരാവർത്തി സജീവമാവും, തൊട്ടടുത്ത ആവർത്തി നിലയ്ക്കും. സജീവമാകുമ്പോൾ എന്ത് പറയും? പ്രപഞ്ചം ഉണ്ട് എന്ന് പറയും. നിർജീവമാണ് എന്ന് പറയും, പ്രളയം എന്ന് പറയും. അല്ലെങ്കിൽ പ്രകർഷേണയുള്ള ലയം, വെള്ളം പോലെയാവാം, ലയിക്കുകയുമാവും. ഈ 5 ഇന്ദ്രിയങ്ങൾ വീണ്ടും 5 ഇന്ദ്രിയങ്ങളും ഈ ഇന്ദ്രിയങ്ങൾ ഉൾപ്പെട്ടുള്ള 5 മൂലകങ്ങളും പ്രകൃതിയിലേക്ക് ഇരിക്കും. അത് വീണ്ടും പുതുതായിട്ട് തിരിക്കും. അതാണ് അദ്ദേഹം പറഞ്ഞ ആശയം. അതിൽ ഉൾക്കൊള്ളുന്ന ഒരു ഗംഭീര പ്രപഞ്ചശാസ്ത്രമുണ്ട്. പറഞ്ഞ ചെറിയ കഥയാണെങ്കിലും അതിൽ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചശാസ്ത്രം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചാലും കിട്ടാത്ത നോളജാണ് ആ ഒരു വാക്കിലൂടെ അദ്ദേഹം പുറത്തെടുത്തത്. അപ്പൊ വായന മരിക്കുന്നില്ല, നിങ്ങളുടെ പഠനം മരിക്കുന്നില്ല, നിങ്ങളുടെ ചിന്തകൾ നശിക്കുന്നില്ല, നിങ്ങളുടെ മസ്തിഷ്കത്തിലൂടെ ഓടിയിട്ടുള്ള ചിന്താസരണികൾ ഒന്നും നശിക്കുന്നില്ല. അതൊക്കെ ജനിച്ചുകൊണ്ടേയിരിക്കും. ആ ജനിക്കുന്നതിൻ്റെ മാത്തമാറ്റിക്സ് നമുക്കറിയില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഒരു മാത്തമാറ്റിക്സ് ഉണ്ട്. ചെറിയ ഉദാഹരണം പറയാം. നമ്മളൊരു വാഴ വയ്ക്കുന്നു. ഒരു വാഴ വയ്ക്കുമ്പോൾ ആ വാഴയിൽ ഇത്ര ഇല വന്നതിന് ശേഷം കുല വരും എന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്. ഞാനോ നിങ്ങളോ നിഷേധിച്ചാൽ വരാതിരിക്കില്ല. അപ്പൊ അതിലൊരു മാത്തമാറ്റിക്സ് ഉണ്ട്. ആ മാത്തമാറ്റിക്സിനെ അറിയുക എന്നുള്ളതാണ് ഈ വായനയിലൂടെ എല്ലാം നിങ്ങൾക്ക് ലഭിക്കേണ്ട, സ്വായത്തമാക്കേണ്ട സംഗതി. ഞാനെൻ്റെ എളിയ വാക്കുകളിലൂടെ ഉപസംഹരിക്കുകയാണ്. സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇനി കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. പുസ്തകത്തെക്കുറിച്ചുണ്ട്, ചിന്തയെക്കുറിച്ചുണ്ട്, പുതിയ ലോകത്തെക്കുറിച്ചുണ്ട്, അല്ലേ? ഞാനത് സ്പർശിക്കാണ്ടിരുന്നതാണ്. ലഹരി എന്ന പദം സ്പർശിക്കാതിരുന്നതാണ്. വായനയോടുള്ള ലഹരി, ജീവിതത്തോടുള്ള ലഹരി, അല്ലെങ്കിൽ പുതിയ വിഷയങ്ങൾ പഠിക്കാനുള്ള ലഹരി, ആ ലഹരിയൊക്കെ സജീവമായി കുട്ടിപ്പുറത്ത് നിൽക്കുമ്പോൾ മറ്റ് ലഹരികളെ തേടിപ്പോകുന്നതിൻ്റെ അസാംഗത്യം ഇത്തരം പ്രഭാഷണങ്ങളിലൂടെ ചിന്തകളിലൂടെയൊക്കെ പ്രസരിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആരുടെയെങ്കിലും മസ്തിഷ്കത്തിൽ ചെറിയൊരു സ്പാർക്കിംഗ്, ദിസ് ഇസ് ലൈഫ്, ദിസ് ഇസ് റീഡിങ്, ഇതാണ് വായന, ഇതാണ് എഴുത്ത്, ഇങ്ങനെയാണ് വേണ്ടത് എന്ന ഒരു സ്പാർക്കിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ സംഭാഷണം ധന്യമായി എന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന പുഷ്പ ടീച്ചർ, സുജ മേഡം, പ്രിൻസിപ്പള്, എല്ലാവരോടും എൻ്റെ അഗൈരവമായ നന്ദി അറിയിക്കുന്നു.